പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സൂപ്പർ താരമായ ജോൺ സിന വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ഇന്ന് കഴിഞ്ഞ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മധ്യഭാഗത്ത് വെച്ചിട്ടാണ് ജോൺ സിനയുടെ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിച്ചത്. WWE വളരെ സർപ്രൈസ് ആക്കിയിട്ടായിരുന്നു ജോൺ സിന വരുന്ന ആ ഒരു അപ്ഡേറ്റ് അവർ ആ ഒരു ഷോയിലൂടെ പങ്കുവെക്കുന്നത്. ഈ WWE ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഹോസ്റ്റായ WWE ഹോൾ ഓഫ് ഫെയിമറും കൂടിയിട്ടാണ് ട്രിഷ് സ്ട്രാറ്റസ് എന്ന് പറയുന്ന ഫോർമർ വുമൻസ് ചാമ്പ്യൻ ആ ഒരു എൻട്രൻസ് സ്റ്റേജിൽ വന്നു നിന്നുകൊണ്ടാണ് പിന്നീട് ജോൺസിനയെ അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യുന്നത്. ജോൺസിനയുടെ മ്യൂസിക് പ്ലേ ആകുന്നു, താരം റിങ്ങിലേക്ക് വരുന്നു. റിങ്ങിലേക്ക് വന്ന ഉടനെ തന്നെ ജോൺസിന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഷോക്കിംഗ് ആയിരുന്നു. വന്ന ഉടനെ തന്നെ റിട്ടയർമെൻറ്റിനോട് സംബന്ധിച്ച് സംസാരിക്കുന്ന ജോൺസിനെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു സംശയം, കൗതുകം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. പലർക്കും അതൊരു ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ ജോൺസിന പിന്നീട് അതിനുള്ള പോയിന്റുകളെല്ലാം വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്തുകൊണ്ട് കാനഡയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ഷോയിൽ വന്ന് പറയുന്നു എന്നുള്ളതിന് ജോൺസിന പറയുന്ന ഒരു ഉത്തരം, WWE എപ്പോഴും ഹോട്ടായി നിൽക്കുന്ന ഒരു സമയത്ത് ടിക്കറ്റുകളൊക്കെ നല്ല രീതിയിൽ വിറ്റ് പോകാറുണ്ട്. എന്നാൽ WWE ഷോ ഒന്ന് ഡൗൺ ആകുന്ന സമയത്ത് കാനഡയിൽ വെച്ച് നടത്താറുള്ള ഷോകൾക്കെല്ലാം വലിയ ടിക്കറ്റ് സെയിൽസ് ഉണ്ടാകാറുണ്ട്. കാനഡയിൽ വരുന്ന WWE ഷോസിനെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ നിരുത്സാഹപ്പെടുത്തി വിടാറില്ല എന്നുള്ളത് കൊണ്ടാണ് തൻ്റെ റിട്ടയർമെൻറ്റിനോട് അനുബന്ധിച്ചുള്ള അനൗൺസ്മെൻറ്റ് ഇവിടെ വെച്ച് നടത്താൻ താൻ തയ്യാറായത് എന്നുള്ളതാണ് ജോൺസിന പറഞ്ഞത്. അത് ഈ കാനഡയിൽ നിന്നുള്ള WWE ആരാധകർക്ക് വേണ്ടി താൻ നൽകുന്ന ഒരു പ്രത്യുപകാരമാണ് എന്നുള്ളതും ജോൺസിന പറയുകയുണ്ടായി. കൂടാതെ ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് ടൂറിനോട് അനുബന്ധിച്ച് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളും ജോൺസിന പറയുന്നുണ്ട്. ജോൺസിന 3 ഡേറ്റുകൾ ഇതിനോടകം തന്നെ ഇപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുന്ന ആദ്യത്തെ റോ എപ്പിസോഡ് ജനുവരി മാസത്തിൽ, അതിൽ ജോൺസിന അപ്പിയർ ചെയ്യുമെന്നുള്ളത് ജോൺസിന ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2025 റോയൽ റംബിൾ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ്, അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേംബർ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ്, ഇതിലും ജോൺസിന പങ്കെടുക്കുമെന്നുള്ളതും ജോൺസിനയുടെ ആ ഒരു പ്രൊമോ സെഗ്മെൻറ്റിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലുപരി ജോൺസിനയുടെ ഏറ്റവും അവസാനത്തെ മത്സരം റസൽമേനിയ 41 ലാസ് വെഗാസിൽ വെച്ച് നടക്കാൻ പോകുന്ന റസൽമേനിയയിലായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതും ജോൺസിന വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 16 തവണ വേൾഡ് ചാമ്പ്യനായ ജോൺസിനയുടെ ആരാധകരെ സംബന്ധിച്ച്, ഇനി ഈ ജോൺസിനയെ സംബന്ധിച്ച് അവർ കാത്തിരിക്കുന്നത് അദ്ദേഹം 17ാമത്തെ തവണ വേൾഡ് ചാമ്പ്യനായി ആ ഒരു റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മാത്രം മാറ്റി കുറിക്കപ്പെടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനെ സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും ജോൺസിന നൽകിയിട്ടില്ല. പക്ഷേ 2025 അടുത്ത വർഷം ജോൺസിന ഇൻ റിംഗ് കോമ്പറ്റീഷനിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമെന്നുള്ളത് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു. ഇനി ജോൺസിനയുടെ ഭാവിയിലെ സ്റ്റോറിയും എതിരാളികളും ആരാണ് എന്ന് അറിയാൻ വേണ്ടി മാത്രമേ ഇനി കാത്തിരിക്കേണ്ടതുള്ളൂ. ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് മാച്ച് അടുത്ത വർഷത്തെ റസൽമേനിയയിൽ നടക്കുമെന്നുള്ളതും 100% ഷുവർ ആയിരിക്കുന്നു. ജോൺസിനയുടെ ഈ ഒരു റിട്ടയർമെൻറ്റ് ടൂറിനോട് അനുബന്ധിച്ച് ജോൺസിന് ആർക്കൊക്കെ എതിരെ മത്സരിച്ച് കാണാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ജോൺസിനയുടെ പഴയ കാല ഏതെങ്കിലും ഒക്കെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.